എൻ്റെ ഇളയ മോൾക്ക് ഒരു അസുഖമുണ്ടായി. അതായത് വയറുവേദനയായിരുന്നു. ആ വയറുവേദനയ്ക്ക് ഞങ്ങൾ അന്നത്തെ കാലത്ത് ഒരുപാട് സ്ഥലത്ത് മരുന്നിന് പോകുമ്പോഴത്തെല്ലാം ഒരു കുറവുമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊച്ചിനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാനായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് കൊടുങ്ങല്ലൂർ അമ്മയുടെ കെട്ടും മുറുക്കി മൂപ്പന്മാർ പോകുന്നു. അപ്പം ഞാനും എൻ്റെ ഭർത്താവും കൂടെ നിന്ന് പറഞ്ഞ്, അമ്മ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ അസുഖം മാറ്റി തരുവാണെങ്കിൽ ഞങ്ങൾ ഒരു കെട്ടെടുത്തുകൊണ്ട് അമ്മയ്ക്ക് വരാമെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് കെട്ട് നിറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കുഞ്ഞ് കിടന്ന് 11 വയസ്സുണ്ട്, കൊച്ചു കിടന്ന് ഭയങ്കരമായിട്ട് കാറി. അമ്മ എന്നെ ഒരു ദേവി കുത്തിപ്പിടിച്ചിരിക്കുന്നു, നാക്കുണ്ട്, വാളുണ്ട്, ശൂലമുണ്ട്, എൻ്റെ വയറിന് പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടൊരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള സാധാരണ പുരുഷന്മാരാണ് നല്ല പൂജകളും കാര്യങ്ങളും നടത്തുന്നത്. അപ്പം അമ്മ ഒരു സ്ത്രീ ആയിട്ടുള്ള അമ്മ പൂജ നടത്തുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം അതിൻ്റെ പിന്നിലൊരു കാരണം എന്താണ്? അതിനെക്കുറിച്ചൊന്നും നമ്മുടെ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാം. നമ്മൾ ഇന്ന് ക്ഷേത്രയാത്രയായിട്ട് എത്തി നിൽക്കുന്നത് കൊച്ചുചിറ ശ്രീ മഹാകാളി ക്ഷേത്രത്തിലാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചുചിറ ശ്രീ മഹാകാളി ദേവി ക്ഷേത്രത്തിലാണുള്ളത്. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. അംബികമ്മയാണ് ഇവിടുത്തെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും നടത്തുന്നതും അവിടെ എന്താ ചെയ്യുക ഭഗവാന് വേണ്ട കാര്യങ്ങളും എല്ലാ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്ന അമ്മയാണ്. അപ്പോൾ അമ്മയടുത്ത് ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഇതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചുമാണ് നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഭക്തങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ആ കാര്യങ്ങളോട് നമുക്ക് കിടക്കാം. അമ്മ നമസ്കാരം. അപ്പോൾ അമ്മ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഉത്ഭവം എങ്ങനെയാണ് ഈ ക്ഷേത്രം വരിക? അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടൊരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള സാധാരണ പുരുഷന്മാരാണ് നല്ല പൂജകളും കാര്യങ്ങളും നടത്തുന്നത്. അപ്പം അമ്മ ഒരു സ്ത്രീ ആയിട്ടുള്ള അമ്മ പൂജ നടത്തുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കാരണം എന്താണ്? അതിനെക്കുറിച്ചൊന്നും നമ്മുടെ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാൻ സാധിക്കും. എൻ്റെ ഇളയ മോൾക്ക് ഒരു അസുഖമുണ്ടായി. അതായത് വയറുവേദനയായിരുന്നു. ആ വയറുവേദനയ്ക്ക് ഞങ്ങൾ അന്നത്തെ കാലത്ത് ഒരുപാട് സ്ഥലത്ത് മരുന്നിന് പോകുമ്പോഴത്തെല്ലാം ഒരു കുറവുമില്ലായിരുന്നു. അങ്ങനെയായി ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊച്ചിനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാനായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് കൊടുങ്ങല്ലൂർ അമ്മയുടെ കെട്ടും മുറുക്കി മൂപ്പന്മാർ പോകുന്നു. അപ്പം ഞാനും എൻ്റെ ഭർത്താവും കൂടെ നിന്ന് പറഞ്ഞ്, അമ്മ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ അസുഖം മാറ്റി തരുവാണെങ്കിൽ ഞങ്ങൾ ഒരു കെട്ടെടുത്തുകൊണ്ട് അമ്മയ്ക്ക് വരാമെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് അമ്മ ഏതാണെന്നും കൊടുങ്ങല്ലൂരമ്മ ഏതാണെന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഞാൻ അമ്പലവും പള്ളിയൊക്കെ കാണാൻ തൊഴുന്നല്ലാതെ കണ്ട് വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും അറിയാമല്ലോ. അന്ന് വൈകിട്ട് കെട്ട് നിറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കുഞ്ഞ് കിടന്ന് 11 വയസ്സുണ്ട്, കൊച്ചു കിടന്ന് ഭയങ്കരമായിട്ട് കാറി. അമ്മ എന്നെ ഒരു ദേവി കുത്തിപ്പിടിച്ചിരിക്കുന്നു, നാക്കുണ്ട്, വാളുണ്ട്, ശൂലമുണ്ട്, എൻ്റെ വയറിന് പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. വയറിന് പിടിക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കുഞ്ഞ് മരിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അയ്യോ കെട്ടിയിടുന്നുണ്ട്. അയ്യോ കെട്ടി കരഞ്ഞപ്പോഴത്തേക്ക് കൊച്ച് അന്നേരം എഴുന്നേറ്റിട്ട് ഉണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവനും കുഞ്ഞ് കഴിച്ചു. പിന്നെ ഒരു വകയും കഴിക്കാത്ത കൊച്ചായിരുന്നു. അപ്പോൾ കുഞ്ഞ് മരിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കരഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് വൈകിട്ട് മരുന്ന് കൊടുത്താൽ ഈ നേരം വരെ ഈ ദിവസം വരെ ഞങ്ങൾ പിന്നെ മരുന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ പറഞ്ഞ പ്രാർത്ഥന അമ്മ കേട്ടെന്നുള്ളത്. അതുവഴി ഞങ്ങൾ പിറ്റേ വർഷം ഒരു 4 വർഷത്തോളം 4 വർഷം 1 വർഷം ആകുമ്പോൾ ഞങ്ങൾ പിന്നെ നോയമ്പെടുക്കും. നോയമ്പെടുത്ത് പോകുമ്പം ആ പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേ മരണം ഉണ്ടാകും, പിലയുണ്ടാകും, പോകാൻ പറ്റും. അങ്ങനെ 3-ാമത്തെ വർഷവും അങ്ങനെ തന്നെ ഉണ്ടായി. 4-ാമത്തെ വർഷം ഞങ്ങളോട് എല്ലാവരും പറഞ്ഞു നിങ്ങളൊന്ന് എന്ന് പ്രശ്നം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പ്രശ്നം എടുക്കാനൊന്നും ഞങ്ങൾ ജീവിതത്തിൽ പോയിട്ടില്ല. അവിടെ ചെന്ന് പ്രശ്നം എന്നാൽ ശരി പ്രശ്നം എടുക്കാമെന്ന് പറഞ്ഞു. എന്നും ഞാനും എൻ്റെ ഒരിടത്ത് ചെന്ന് കെട്ടുമുറുക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് പറഞ്ഞു ഒരു മരണം കൂടെ ഉണ്ട്, അതുകൂടെ കഴിയട്ടെന്ന് പറഞ്ഞു. അപ്പോൾ 4-ാമത്തെ വർഷമായി. 4-ാമത്തെ വർഷം ഞങ്ങൾ നോയമ്പെടുത്ത് എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞപ്പോൾ കൊടുങ്ങല്ലൂരമ്മയുടെ കെട്ടുമുറുക്കാൻ ഈ നാട്ടിൽ ആർക്കും അറിയത്തില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞ് ഇന്ന സ്ഥലത്തേക്ക് എല്ലാം പറഞ്ഞു. അപ്പോൾ പുള്ളി ഞാൻ അവിടെ ചെന്ന് എന്നെ കണ്ടപ്പോഴത്തേക്ക് എന്നോട് ഒരു വൈരാഗ്യം ഉള്ളതുപോലെ എനിക്ക് തോന്നിയത്. എന്നെ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ കെട്ടുമുറുക്കാനായിട്ട് ഞാൻ വരത്തില്ല, അതുകൊണ്ട് വേറെ ആളെ തിരക്കാം. അപ്പം ഞാൻ ആ പുള്ളിയോട് പറഞ്ഞു ചേട്ടൻ ഞാൻ ഇന്നയാളിൻ്റെ മകളാണ്, ചേട്ടൻ എന്താ എന്നോട് ഇങ്ങനെ വൈരാഗ്യം? അന്നേരം പറഞ്ഞു കൊച്ചിനോടുള്ള വൈരാഗ്യം കൊണ്ടോ, കൊച്ചിൻ്റെ കൂടെയുള്ള ആളുടെ കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ദേവി അയാളെ കണ്ടെന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടും പറഞ്ഞു എറണാകുളം കുമ്പളങ്ങിൽ നിന്ന് ഒരാളെ വിളിക്കണമെന്ന് പറഞ്ഞു. ചേർത്തല കഴിഞ്ഞ് ഞാൻ പോയിട്ടില്ല. അവരെ അങ്ങോട്ട് കൂട്ടി എറണാകുളം കുമ്പളങ്ങി ചെന്ന് ഒരു ശാന്തി എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് ആ ശാന്തി എങ്ങും തൊടാതെ പല വർത്തമാനങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞ് എൻ്റെ ചേച്ചി ഈ ഭ്രാന്തൻ്റെ അടുക്കലാണ് ചേച്ചി എന്നെ കൊണ്ടുവന്നത്, ഇങ്ങനെ എന്തൊക്കെ പറയുന്നതെന്ന്.
അയാൾ എന്നോട് ചോദിച്ചു നിങ്ങളുടെ കൂടെ എവിടെ പോകാനാണ് മാലയിട്ടിരിക്കുന്നത് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞ് കൊടുങ്ങല്ലൂർ പോകാനാന്ന് പറയും. കൊടുങ്ങല്ലൂർ അമ്മ നിങ്ങളുടെ കൂടെ വന്നിട്ട് 6 വർഷമായെന്ന് പറഞ്ഞു. 6 വർഷം അമ്മ കൂടെ നടപ്പുണ്ട് എന്ന് പറഞ്ഞ്. അന്നേരത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാവരും നോയമ്പെടുത്ത് ഞാൻ ഇച്ചിരി മീനൊക്കെ കൂട്ടിയായിരുന്നു. അന്നേരം ഞാൻ കിടന്നുണ്ട് അയ്യോട്ട്. കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് പല ചിന്തകൾ വരുമല്ലോ. അപ്പോൾ അങ്ങനെ കിടന്ന് അയ്യോട്ട് എപ്പോൾ പറഞ്ഞു അയ്യോ ഒന്നും കെട്ടണ്ട, നിങ്ങളുടെ കൂടെ അമ്മയുണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെ പുള്ളിക്കാരൻ നമുക്ക് ഒരു കെട്ടിനുള്ള കാരണങ്ങളെല്ലാം ഇവിടെ ചെയ്തു വന്നപ്പോഴത്തേക്ക് കൊച്ചുങ്ങളും ഞാനും കൂടെ ഈ വീടുകൾ 21 വീട് കയറാൻ 21 വീട് കയറാൻ പോയ ഞങ്ങൾ രാവിലെ 8 മണിക്ക് പോയ ഞങ്ങൾ തിരിച്ച് 1 മണി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വരുന്നത്. പോയപ്പോൾ പറഞ്ഞു വിട്ട് അപ്പുറത്തെ അമ്മ എൻ്റെ അമ്മേരും കൂടെ പറഞ്ഞു വിട്ട് നമുക്ക് 2 കിലോ അരിയിട്ട് വെക്കുക, എല്ലാവരും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന്. അവരെന്ത് ചെയ്തു, അവർ 2 കിലോ അരി ഇടാൻ വന്നപ്പോഴത്തേക്ക് അവർക്ക് തോന്നി വലിയ കലത്തി അരി ഇടണം. അവർ 25 കിലോ അരി ഇട്ട് വെച്ചു. ഇവിടെ മേടിച്ച അരി മുഴുവനും ഇട്ട് വെച്ച്. അങ്ങനെ അവരെ കൊണ്ട് കഴിയാവുന്ന എല്ലാം ചെയ്തു വെച്ചപ്പോൾ ഈ 1:30 കഴിഞ്ഞ് ഞാനിവിടെ വന്നപ്പോൾ ചോറൊക്കെ വെച്ച്. നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, നമ്മുടെ കുഞ്ഞിൻ്റെ നേർച്ചയല്ല. അപ്പം നമ്മൾ പോകണമെന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. ഇവർ ഞാനുമായിട്ട് ഭയങ്കര വഴക്കായി. എൻ്റെ അരി മുഴുവൻ തീർത്തെന്ന് പറഞ്ഞ്. പക്ഷേ ഇതുങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെ ഇത് സംഭവിച്ചെന്ന് അവർക്കറിയത്തില്ല. അന്നേരം അപ്പുറത്തെ അമ്മ പറഞ്ഞ് ഈ ഉടുക്കോട്ട് പാട്ടുണ്ടോയെന്നറിയാം. അപ്പം ഞാനൊരു വടിയെടുത്തെന്ന് പറഞ്ഞു ഇനി ഉടുക്കല്ല പൊട്ടാൻ ചെണ്ട കൊട്ടാന്നും പറഞ്ഞ് ആരോ വഴക്കട്ടെ. ഇത് പറഞ്ഞു തന്നപ്പോൾ ഇവരൊരു അടുത്തൊരു കണിയാനുണ്ട്. പുള്ളി 4 പേരുമായിട്ട് ഇവിടെ വന്നു. അപ്പം ഞാൻ കണിയാനൊരു താൻ എന്തിനു വന്നെന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പം ഞാൻ പാടാൻ വന്നത്, താനിവിടെ പാടണ്ട, പാടിയും തുള്ളിയും വേണ്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞ്. അല്ല ഞാൻ പാടിയിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ ഇവിടെ കെട്ടുമുറുക്കുന്ന സമയത്ത് പാടിയപ്പോൾ ഈ നാട്ടിലുണ്ടായിരുന്ന ജനങ്ങൾ മുഴുവനും ഇവിടെ വന്നു. ഈ ചോറും കറിയൊക്കെ തീർന്നു. കൊച്ചിന് കുറേ പൈസയും ഒക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ പോയി. ശരിക്കും പറഞ്ഞാൽ ചേർത്തല വന്നപ്പോൾ ചേർത്തല അങ്ങാടി വന്ന് നമ്മൾ ഇറങ്ങി ഇപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് തന്നെ പൊറോട്ടയും മുട്ടയെല്ലാം മേടിച്ച് അങ്ങനെ ഞങ്ങൾ വന്നു. ഇവിടെ വന്നതിൻ്റെ ശേഷം നമുക്ക് വീട്ടിൽ കിടന്ന് നമ്മൾ വീട്ടിൽ വന്ന് നോയമ്പറക്കുമല്ലോ, നോയമ്പൊക്കെ ഇറക്കിക്കഴിഞ്ഞ് വീട്ടിൽ കിടന്ന് നമുക്ക് ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് മണിയുടെ ഒച്ചയും ഈ ഓടുന്ന ഒച്ചയും, അതായത് ചിലമ്പ് അടിച്ചിങ്ങനെ ഓടുന്ന ഒച്ച 2-3 പ്രാവശ്യം ആയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിവിടെ കിടക്കത്തില്ല, ഞങ്ങൾക്ക് പേടി വരുമെന്ന് പറഞ്ഞു. അന്നേരം എല്ലാവരും പറഞ്ഞു നിങ്ങൾ പോയി പ്രശ്നം നോക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പോയി പ്രശ്നം നോക്കി. അപ്പം ഞാനിപ്പോൾ നമ്മളിരിക്കുന്ന പോലെ തന്നെ ഞങ്ങളിരിക്കുക. പ്രശ്നം നോക്കി ആ പ്രശ്നം കബഡി ഇങ്ങോട്ട് വാരാനും ഞാൻ എങ്ങനെയാണ് മേലോട്ട് പോയതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെയാണ് അനുഗ്രഹം കിട്ടുന്നത്. അപ്പോൾ പറഞ്ഞ അമ്മയാണ്, അമ്മയെ ഇരുത്തണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കിവിടെ 8 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. 8 സെൻറ്റ് സ്ഥലത്തിനകത്ത് 2 പെൺപിള്ളേർ, ഞങ്ങൾ 2 വേണം ഉള്ളത്. അപ്പം അമ്മ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ഞങ്ങളുടെ പെൺപിള്ളേരാണ്, പൂജ അറിയത്തില്ല, അമ്മയെ അറിയത്തില്ല എന്ന് പറയും. അന്നേരം പറഞ്ഞു നിങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ ഇരുത്ത്, നിങ്ങൾ എന്തെനിക്ക് തരുന്നു അത് ഞാൻ സ്വീകരിച്ചോളാം എന്നാണ് അമ്മ അന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വൈരാക്കിയിട്ട് ഞങ്ങളവിടെ തറ കെട്ടി. ആ തറ കെട്ടി ഭയങ്കര ജനങ്ങളൊക്കെ വരുമായിരുന്നു. അങ്ങനെ വന്ന് ഈ ശാന്തിനെ വിളിച്ച് കുറേ ദിവസം പൂജിച്ച് കഴിയുമ്പോൾ ശാന്തി ഒരു 10-20,000 രൂപ ഇവിടെ കിട്ടും. അതുകൊണ്ട് ശാന്തി അങ്ങ് പോകും. ഞങ്ങൾ പിന്നെയും അന്നും അന്നദാനം കൊടുക്കും. ഞങ്ങളുടെ പണിക്ക് പോയി ഞങ്ങൾ അന്നദാനം കൊടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അമ്മ തന്നെ പറഞ്ഞ് അമ്മ തന്നെ പൂജിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു അറിയത്തില്ലെന്ന്. അമ്മ തന്നെ പൂജിച്ച് വരുന്നവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അഷ്ടമംഗല്യ പ്രശ്നം എടുത്തപ്പോൾ പറഞ്ഞ് ക്ഷേത്രം വേണമെന്ന് പറഞ്ഞു. ഈ 8 സെൻറ്റിനകത്ത് ഞങ്ങളുടെ വീടും ബാത്റൂമും എല്ലാം നിൽക്കുന്നതല്ലേ. അപ്പോൾ ഞങ്ങളെങ്ങനെ അമ്പലം വയ്ക്കാം, അമ്മയെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് 8 സെൻറ്റ് സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പുറകോട്ട് 8 സെൻറ്റ് സ്ഥലം മേടിച്ച് അമ്മ തന്നെ അമ്മയുടെ കാശുകൊണ്ട് തന്നെ മേടിച്ച് തന്നു. ഞങ്ങളങ്ങനെ പിടിച്ചു. അപ്പോൾ ശ്രീകോവിൽ വേണമെന്ന് പറഞ്ഞു. ആ ശ്രീകോവിൽ എൻ്റെ കൂടെ എൻ്റെ നാട്ടുകാരായ ഭക്തജനങ്ങൾ എൻ്റെ കൂട്ടുകാരുകളും ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി 10 രൂപയൊക്കെ തന്ന് അന്നൊക്കെ 10 രൂപ വീതം ഞങ്ങൾ ഈ ക്ഷേത്രം പണിത് കഴിഞ്ഞ് തന്ത്രിയെ ഞങ്ങളെ ഏൽപ്പിച്ച്. കുമാരതന്ത്രിയാണ്, പുള്ളി മരിച്ചു പോയി. ഇപ്പം തന്ത്രിയെ ഞങ്ങൾ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ശാന്തി പൂജയല്ലേ, വിഗ്രഹത്തെ പെണ്ണുങ്ങൾ പൂജിക്കത്തില്ലല്ലോ. അപ്പോൾ ശാന്തിക്ക് ഞങ്ങൾ കൊടുത്തു. ശാന്തിനെ ഏൽപ്പിച്ച്. ശാന്തികൾക്ക് ഇവിടെ വരാനായിട്ടോ ഒന്നെങ്കിൽ വണ്ടി ഓടത്തില്ല, അല്ലെങ്കിൽ വണ്ടി മറിയും, അല്ലെങ്കിൽ അവരുടെ പിള്ളേർക്ക് എന്താ അങ്ങനെ ആയി വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കിവിടെ പൂജ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ശാന്തി ചോദിച്ചാൽ എന്താണ് എന്തോ ഞങ്ങൾക്കിവിടെ വരുമ്പോൾ ഭയങ്കര കഷ്ടത. വീണ്ടും ഞങ്ങളൊരു പ്രശ്നങ്ങളെടുത്ത് എടുത്തപ്പോൾ പറഞ്ഞ് ഇത്രയും നാളും എന്നെ വളർത്തിക്കൊണ്ട് വന്ന ഭാര്യ തന്ന നീയല്ലേ, നീ എനിക്ക് വാരി തന്നാൽ മതി, എനിക്കെന്തിനാ പ്രത്യേകിച്ച് ശാന്തി, അതുകൊണ്ട് നീ ചെയ്യുന്നതാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ, നീ എങ്ങനെ പറഞ്ഞു തരുന്നത്? അന്നേരം ഞാൻ എന്തെങ്കിലുമൊക്കെ അമ്മയോട് പറയും, വഴക്കും പറയും, പള്ളും പറയും, ചിരിക്കുകയും ചെയ്യും. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എനിക്കത് കേട്ടാച്ചാൽ മതി, ശാന്തി മന്ത്രം എനിക്ക് വേണ്ട, നീ ചെയ്ത് നിൻ്റെ കുഞ്ഞുകുട്ടി പരാതി വേണം ചെയ്ത് മതിയെന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ മുന്നേ ഈ
തന്ത്രി കയറിയിട്ട് താഴെ കൂടെ നടക്കാൻ പറ്റുന്നില്ല. എന്നെ താഴെക്കുറത്ത് പിന്നെ ധാന്യങ്ങൾ നിറയ്ക്കണമല്ലോ. അപ്പോൾ തന്ത്രിക്ക് ധാന്യം നിറയ്ക്കാൻ പറ്റുന്നില്ല. തന്ത്രി നോക്കിയപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു എന്നെ കയറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ താഴെക്കുടത്തിലും എന്നോട് ഓരോ പിടി ഇടാൻ പറഞ്ഞ് അങ്ങനെ ഇടിയിപ്പിച്ച്. ജീവിതത്തിൽ ആദ്യം നടക്കുന്ന ഒരു സംഭവമാണ് പെണ്ണുങ്ങൾ താഴെക്കുടത്ത് ഇടുന്നത്. പക്ഷേ അമ്മ അങ്ങനെ കൊണ്ട് ചെയ്യിച്ചു. അതിൻ്റെ ശേഷം എല്ലാ പൂജകളും ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കറിയത്തില്ല, അമ്മ വന്ന് എനിക്കത് പറഞ്ഞു തരും, ഞാനത് ചെയ്യും. ജനങ്ങൾക്ക് അത് ഫലവും വരുന്നുണ്ട്, എല്ലാവർക്കും ഫലം വരുന്നുണ്ട്. പിന്നെ കൊടുങ്ങല്ലൂർ പോയാലും അമ്മയുടെ നടയിൽ വെച്ച് അനുഗ്രഹിച്ച് ഓരോ ദോഷങ്ങൾ വരുന്ന അവിടെ വെച്ച് പിടിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യും. എല്ലാവരെയും എൻ്റെ മുഖമാണ്, അമ്മയെ വിളിക്കുമ്പോൾ എൻ്റെ മുഖമാണ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. അത് അമ്മയാണ്, അമ്മയായിട്ട് വന്ന ഇവർ പേടിക്കാതെ. കാരണം അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെയൊക്കെ എന്നെ കാണിച്ചു കഴിയുമ്പോൾ അവർക്കൊക്കെ സമാധാനം കിട്ടുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് കഴിയാവുന്ന പോലെ ഞങ്ങൾ അമ്പലം വെച്ച് 2 കുഞ്ഞുങ്ങളെ കല്യാണം ചെയ്ത്, അതില്ലാഞ്ഞിട്ട് എൻ്റെ മകളുടെ താലിബാല പടം ഞാൻ മേടിച്ചാണ് 2 പിള്ളേരെ സമൂഹമായിട്ട് ചെയ്തത്. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ കടാണേലും വിലയിലും മേടിച്ച്, നമുക്ക് സമ്പാദ്യമൊന്നുമില്ല എന്നാലും മേടിച്ച എല്ലാ കാര്യങ്ങളും അമ്മയുടെയും ഭഗവാന്റെ എല്ലാ കാരുണ്യവും ഞങ്ങൾ ഈ നിമിഷം വരെ നമ്മൾ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്.